ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്ന് അപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം ഈ കോവക്ക ഒരു വറവാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇത് കോവക്കയാണ്. ഇതിലെന്തെല്ലാം വേണ്ടത് വെച്ചാൽ കോവക്ക, ഉള്ളി, സവാളയാണേ, പച്ചമുളക്, ഇത് മൂന്നെണ്ണം ഉള്ളത്. ഞാൻ ഈ കോവക്കയിലിട്ടെ ഇത് കണ്ടില്ലേ, ഇതാണ് കോവക്കൊക്കെ എടുക്കുന്നത്. ഞാൻ ഇന്നൊരു കറി വെക്കാൻ വേണ്ടി, സ്പെഷ്യൽ കറി വെക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം മുറിച്ച് കാണിക്കുന്നത് വെച്ചാൽ ഒരുപാട് ദീർഘമായി പോകുന്നതായിട്ടാണ്. നിങ്ങളുടെ ഇട്ടിട്ട് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇത് കോവക്ക, ഇത് പിന്നെ ഉള്ളി, വേണ്ട ഉള്ളി ഉള്ളി പിന്നെ ഇത് ഉള്ളി ഇത് മുളക്, പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, സവോള. പിന്നെ അതിൽ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന് പാകത്തിന് ഉപ്പിടുക. ഉപ്പിടട്ടെ, ഉപ്പ് പാകത്തിനിട്ടു. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ആ ഒരു സവാള മാത്രം എടുത്തതെന്ന് വെച്ചാൽ, അല്ല ഒരു പച്ചമുളക് എടുത്തതെന്ന് വെച്ചാൽ എരിവ് കൂടുതലുണ്ട്. നല്ല എരിവാണ് എൻ്റെ എടുത്ത പച്ചമുളകിന്. അതുകൊണ്ട് കുറച്ചേ എരിവ് ഇടുന്നില്ലു. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി അതിന് എരിവുണ്ട്, എന്നാലും കുറച്ചൊരു കളർ വരാൻ കുറച്ചൊരു മുളക് പൊടി ഇടാം. കണ്ടില്ലേ, ഇതാണിപ്പം ഞാനിവിടെ കാണിക്കുന്നത്. ഇതിപ്പം ഞാനിവിടെ അടുപ്പത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഇതിവിടെ കുറച്ച് വെള്ളം ഒന്ന് ഇട്ടിട്ട് അടുപ്പത്തട വെച്ചു. ഇതിവിടെ അടുപ്പിൽ ഇതിവിടെ ഗ്യാസ് വെച്ചിട്ട് ഇവിടെ വെക്കാം. അതിന് ശേഷം ഈ നേടുന്ന വെച്ചാൽ പിന്നെ ഞാനെന്നാ വെക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു കറിയും കൂടിയുണ്ട്. ഇത് കൈതച്ചക്ക, ഇത് തേങ്ങയാണ്. ഇതിന് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വെക്കണം. ഇത് കൈതച്ചക്ക, ഇതില്ലേ കൈതച്ചക്ക മുറിച്ച് വെച്ചതാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 സാധനം, 4 സാധനമുള്ളൂ കൈതച്ചക്ക. ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഇനി ഇത് ഉള്ളി, ഇത് തക്കാളി, കണ്ടില്ലേ തക്കാളി, ഇതെല്ലാം കൂടി പച്ചമുളകും എല്ലാം കൂടി ഇതിലിട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതെന്നാ വേണ്ടത് വെച്ചാൽ തേങ്ങ അരച്ച് കൊണ്ടുവരണം. ഇതിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടുക. ഇതിലിപ്പോൾ എന്തെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിടുക. ഉപ്പ് വേണ്ടത് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടണം. എന്താ വെച്ചാൽ ഇതിനകത്ത് മോരെല്ലാം തൊടുന്നതാണ്, തൈര് തൊടുന്നതാണ്. അതുകൊണ്ട് അതിന് കുറച്ച് കൂടുതൽ ഇടണം. പിന്നെ വേണമെന്ന് വെച്ചാൽ കറിവേപ്പില അതിന് വേണ്ടത്. കുറച്ച് പച്ചമുളക് ഇട്ടിട്ട്, പച്ചമുളകിന് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് അത്രയും ഇട്ടുള്ളൂ. ഈ കരിവേപ്പില. പിന്നെ ഇനി വേണമെന്ന് വെച്ചാൽ അതിന് തൈരാണ് വേണ്ടത്, തൈരുണ്ട്. ഇതിപ്പോൾ തേങ്ങ ഇതിൽ അരക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കട്ടെ. ഇത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് വേവേണ്ട ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും. അധികം വേവൊന്നുമില്ല, തക്കാളീൻ്റെ ഉള്ളിയിലും വേവേ ഉള്ളൂ. അത് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കട്ടെ. ഇതിവിടെ അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം പിന്നെ ഈ തേങ്ങ തേച്ചും വേണ്ട, പകുതി കുറച്ച് തേങ്ങ വറവിന് ഇടാൻ എടുക്കുക, ബാക്കി തേങ്ങ അരക്കുകയും ചെയ്യുക. ഇത് വറവിനിടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ, കോയക്ക വറവിന്. ഇതിൽ കുറച്ച് ജീരകവും കൂടി വേണം. ജീരകം ഇടട്ടെ, ജീരകം കൂടി വേണം. ജീരകം എടുക്കട്ടെ, ജീരകം കൊണ്ടിടാം. അല്ല ഓർമ്മയില്ല, അപ്പം എല്ലാം എടുത്തു വെക്കാനൊന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് എന്താ വേണ്ടതെന്ന് അറിയാം. ഇത് ജീരകം, കുറച്ച് ജീരകം ഇടട്ടെ. അതിൽ ജീരകം ഇട്ടു. ഇനിയിപ്പോൾ തൈര് വേണം, തൈര് എടുക്കണം. ഇത് ഞാൻ വയ്യ, നിങ്ങൾക്ക് ഇതാക്കിയിട്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വയ്യ ഇതിൻ്റെ അകത്ത് ഈ തൈരും കൂടി, ഈ തേങ്ങേൻ്റെ അകത്ത് ഈ തൈര്, ഒരു അരപ്പാക്കറ്റ് തൈരും ഉണ്ട്, അതും കൂടി അതിൽ ഒഴിച്ചിട്ട് ഞാൻ ഇതും കൂടി ഇതിലാക്കി. ഇതാ കണ്ട, ഇത് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. തൈരും തേങ്ങയും ജീരകവും കൂടിയാതെ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ അരച്ചിട്ട് കൊണ്ടുവരട്ടെ. അപ്പോഴേക്ക് അത് കറി ഒരിക്കൽ ആവട്ടെ, അടുപ്പത്തുനിന്ന് ആവട്ടെ. മുളകും എല്ലാം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അരച്ചിട്ടും എടുക്കട്ടെ. അരച്ച് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ച് കൊണ്ടുവന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് അരച്ച് കൊണ്ടുവന്നു. ഈ തൈരും തേങ്ങയും ജീരകവും കൂടിയാണ് അരച്ചിട്ട് കൊണ്ടുവന്നേ. ഇത്രയേ ഉള്ളൂ, കുറച്ചല്ലേ വെക്കുന്നുള്ളൂ, അതിനനുസരിച്ചിട്ടല്ലേ വെക്കണ്ടു. ഇത് ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കട്ടെ. ഈ കറിയിനകത്ത് ഇതിൽ ഒഴിക്കട്ടെ. ഇതിലൊഴിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ. ഇത് എന്ന് വെച്ചാൽ കൈതച്ചക്കനെ കൊണ്ട് ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും പോലെ ഒരു കൈതച്ചക്കനെ കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ,
ഇത് കണ്ടേ, ഇതിപ്പം ഒരു പുളിശ്ശേരിയാണ്. ഇത് കോവക്ക വറവാണ്. കോവക്കയിൽ ഞാൻ എന്തെല്ലാം ഇട്ട് വെച്ചാൽ ഉള്ളി, പച്ചമുളക്, കോവക്ക, പിന്നെ തേങ്ങ തേങ്ങ ഇതായിടുന്നത്. ഇതിനകത്തൊന്ന് ഇട്ട് വെച്ചാൽ ഈ പുളിശ്ശേരി എന്ന് ഇട്ട് വെച്ചാൽ ഒരു ഉള്ളി, ഒരു സവാളയും പിന്നെ ഒരു തക്കാളി, ഒരു കഷ്ണം കൈതച്ചക്കി ഇതെല്ലാം കൂടി. ഇതിൻ്റെ അരവെന്ന് വെച്ചാൽ തേങ്ങയും ജീരകവും പിന്നെ തൈരും കൂടി ഞാൻ ഒന്നായി അരച്ചില്ല. അധികം വെള്ളമായി പോകുന്നതായിട്ടാണ് തേങ്ങ ഇതിനകത്ത് വെള്ളം ചേർക്കാതെ ഉണ്ട് തൈരില്ലാത്ത അരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഇനിയിപ്പം ഇതിനകത്ത് ഇത് ബന്ധു ഇതിലൊഴിക്കട്ടെ. ഉണ്ടല്ലേ, ഇതേപോലെ ഇതിലൊഴിച്ച് ഇനി ഇതിനകത്തൊന്ന് ഇടുന്നത് വെച്ചാൽ ഇനി ഒരു കഷ്ണം വെല്ലവും കൂടി ഇടണം. വെല്ലം ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് കാണുന്നില്ല, ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഇനിയിപ്പം വറുത്തുണ്ട് വെളിച്ചെണ്ണ. പെട്ടെന്ന് പണി വരുന്നു. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ വറുത്തിടുന്നില്ല, വറുത്തിടുകയും ചെയ്യാം. വറുത്തിടുന്നൊക്കെ കടുവ് വറുത്തിടുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനിത് വറുത്തിടുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് വെളിച്ചെണ്ണ നനക്കുക. ഇത് വെളിച്ചെണ്ണ നനച്ച് കഴിഞ്ഞാൽ നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ ശരിക്ക് നല്ല വരണ്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് വെളിച്ചെണ്ണ നനക്കുന്നു ഇല്ല. ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഇടട്ടെ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഇതിപ്പോൾ ഇതിനകത്ത് തേങ്ങ ഇടണം. തേങ്ങ ഇടണം, വെളിച്ചെണ്ണ ഒഴിച്ചു വേണ്ട. ഇതിനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരണ്ട് വരും. ആ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നല്ലോണം വരണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല വറവായിരിക്കും. ഇനി ഇതിനകത്ത് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വറവാണ്. കണ്ടില്ലേ, ഈ തേങ്ങയും കൂടി ഞാൻ ഇടട്ടെ. കണ്ടാ, നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രമേ വേണ്ടൂ നമുക്ക് ചോറ് തിന്നെ. വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ വറവ് മാത്രം ഉണ്ടായാൽ നമുക്കത് തിന്നാൻ കഴിയും. കണ്ടില്ലേ, ഇതാ കണ്ടാ. വേണമെന്നുണ്ടെങ്കിൽ ഒരു കരിവേപ്പിലേൻ്റെ രണ്ടും കൂടി അതിലിടാം. കരിവേപ്പിലയും കൂടി പൊളിച്ചിട്ട് അതിലിടാം. നല്ല രുചിയായി. ഇന്നൊരു കരിവേപ്പിലയും കൂടി പറിച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി ഇട്ട് ഇളക്കി വെക്കാം. എന്നാൽ അതിൻ്റെ രുചിയോടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മണവും കൂടി ഉണ്ടായാൽ ഉണ്ടാ. ഞാൻ വറുത്തിടില്ല, വറുത്തിടുന്നോട് കുഴപ്പമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാൻ പറ്റും. അങ്ങനെ അത് വറുത്തിടുന്നില്ല എന്ന് വെച്ചിട്ടാ. ഉണ്ടല്ലേ, ഇതേപോലെ ആയി. ഇതിപ്പം കുറച്ച് ഇതായാലും ഇനിയിപ്പോൾ ഇതിൽ വെല്ലം ഇടണം. ഇതിൽ കുറച്ച് പിന്നെ വെള്ളം ഒഴിക്കട്ടെ. ഇതിനകത്ത് ഒഴിക്കട്ടെ. ഇത് ആക്കിയിട്ട് ഇപ്പോൾ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഈ വെല്ലം പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം വെല്ലം ഇടണം. നമ്മൾ നല്ല ടേസ്റ്റാണ്. അതിനാണ് ഒരു കഷ്ണം വെല്ലം പൊട്ടിച്ചിട്ടിടുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇതിന് ഒരു കഷ്ണം വെല്ലം ഞാൻ ഇടട്ടെ. ഇനിയിപ്പോൾ പിന്നെ ഇത് കടുക് പൊട്ടിച്ചിട്ടെ. ഇതിലിപ്പോൾ ഞാൻ ഒരു കഷ്ണം വെല്ലം, ഈ വെല്ലം കണ്ടില്ലേ, ഈ വെല്ലം കൂടി ഇതിലിട്ടെ. ഈ വെല്ലം ഇതിലിട്ട് ഇതാ, ആ വെല്ലം കൂടി അതിലിട്ടിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് കിട്ടിയാൽ വാങ്ങാനായി. അതിൽ കരിവേപ്പില ഇടട്ടെ. കരിവേപ്പില നല്ല നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല രസമുണ്ട്, നല്ല വേഗം പെട്ടെന്ന് ആകുന്ന ഒരു കറിയാണ്. വേഗം ഇതിപ്പോൾ ഞാൻ ഇനി വറുത്തിടാൻ നോക്കല. നീതെന്ന് വെച്ചാൽ ഉണക്ക് മുളക് ഒരു കഷ്ണം അത്രേ വേണ്ടൂ, ചെറിയൊരു കഷ്ണം. പക്ഷേ എരിവുണ്ട്, എല്ലാം മുളകും പച്ചമുളകെല്ലാം ഇട്ടതുകൊണ്ട് ഇത് അത്രേ എരിവ് വേണ്ടു. ഇപ്പം കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. ഉണ്ടല്ലേ, അത് കടുക് പൊട്ടിയാൽ നമുക്കതിൽ കടുക് ഇട്ടാൽ. ഇത് ഞാൻ പിന്നെ തേങ്ങ വേണ്ട, കടുക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ഞാൻ ആക്കാത്തത്. ഇതിനകത്ത് ഞാൻ വറവ് ഇതിനകത്ത് ഒഴിക്കട്ടെ, സർവ് ചെയ്യട്ടെ. നിങ്ങൾ കാണിച്ചു തരാമല്ലോ. ഇതുണ്ടല്ലേ, കോവക്ക വറവ് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളി. അത് മാത്രമല്ല വിഷമില്ലാത്ത കോവക്ക. അതാണ് നമ്മളെ ഇതിൻ്റെ രുചി.
അതുകൊണ്ട് ഭയങ്കര രുചിയാണ്. ഇംഗ്ലീഷ് വളമോ മരുന്നോ ഒന്നും ഇടാതെ കണ്ടുള്ള സാധനമാണ് ഇത്. നമുക്ക് പറമ്പത്തുനിന്ന് വെറുതെ കിട്ടുമ്പോഴുള്ള സാധനമാണ് ഇത്. കണ്ടില്ലേ, ഇത് കണ്ട ഇതാ, ഇതാണ് പാവക്ക ഉണ്ടല്ലോ. ഇതിപ്പം ഇതുമായി, ഇതും ആവാൻ പോകുന്നു. കണ്ടില്ലേ, ഇതാ വറുത്തിട്ടു. ഇനിയിപ്പോൾ ഞാനിത് വാങ്ങി വെക്കുക. നല്ല അടിപൊളി മണം വരുന്നുണ്ട്, നല്ല മധുരത്തിൻ്റെയും. കൂടുതൽ വെല്ലം ഇട്ടിട്ടില്ല. കൈതച്ചക്കക്ക് ഇതില്ലത് കൊണ്ട് പുളി ഇല്ലല്ലോ കൈതച്ചക്കയില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, കണ്ടില്ലേ, ഇത്ര ആക്കിയിട്ടുള്ളൂ. എന്താ ഇത് കരിവേപ്പിലിട്ടിട്ടാ ഉണ്ടാ, നല്ല അടിപൊളി കറിയാന്ന്. ഇതൊന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടോ വറവ്, ഇതാ ഇത് കണ്ടില്ലേ, ഇതാണ് കൈതച്ചക്ക പുളിശ്ശേരി. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ കോവക്ക വറവ് കണ്ടില്ലേ, നല്ല അടിപൊളി കറിയാണ്. ഇത് ഉണ്ടായ വേറെ ഒന്നും വേണ്ട, ചോറുന്ന രണ്ടും നമുക്ക് ഒത്തുപോയ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരാം. അതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കുക. നല്ല അടിപൊളി കറിയാണ്. നോക്ക്, രണ്ട് കറി ഞാനിവിടെ വെച്ചിട്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറും ഉണ്ട്, നല്ല രസമുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. കറി കാണാൻ നന്നായാൽ തന്നെ കറി രസമായി. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ഉണ്ട്.